ഓക്കെ ഓക്കെ. ആദ്യത്തെ അനൂപ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തോ. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ. എല്ലാരും മ്യൂട്ട് ചെയ്യേ. ആദ്യത്തെ അനൂപ് അൺമ്യൂട്ട് ചെയ്യ്. ബാക്കിയുള്ളവരെല്ലാം മ്യൂട്ട് ചെയ്യ്. പറഞ്ഞോ. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 13, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, 10 6 are 60. ഓക്കെ ഗുഡ്. അമൃത. 1 6 is 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 58, 10 are 16. Thank you. Okay. അയാൻ വിജേഷ് മഹിമ. വീഡിയോ പ്ലീസ്. വീഡിയോ ഓൺ. ഇനി ആരാ നെക്സ്റ്റ് വായിക്കാനുള്ളത്? മഹിമ. മഹിമ പറഞ്ഞ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്. മഹിമ. മഹിമയല്ല, എന്താണ്? കീർത്തി. കീർത്തി. കീർത്തി പറഞ്ഞോളൂ. 1 6 is 6, 2 6 are 12. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മ്യൂട്ട് ചെയ്ത് പറ. അൺമ്യൂട്ട് ചെയ്ത് പറ. കീർത്തി വന്നില്ല. അല്ല കീർത്തി, കണ്ണു കാണുന്നില്ലടാ എനിക്ക്. കീർത്തി പ്ലീസ്. എന്താണ്? പേജ് നമ്പർ 80, 81. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്. 1 6 is 6, 2 6 are 12. അതാ പറയണ്ടേ. സ്റ്റാർട്ട് ചെയ്. 1 minute. ഗുഡ് മോർണിംഗ്. ആരാ ഗുഡ് മോർണിംഗ് പറയുന്നേ? ഗുഡ് മോർണിംഗ് ആണോ ഗുഡ് ആഫ്റ്റർനൂൺ ആണോ? ഉറക്കത്തിലാണോ? ഗുഡ് ആഫ്റ്റർനൂൺ. കീർത്തി പറഞ്ഞേ. വീഡിയോ ഓൺ ചെയ്തേ. പ്ലീസ് ടെൽ മീ. 1 6 is 6, 2 6 are 12, 3 6 are 8, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, 10 6 are 60. അങ്ങനെ പറയാൻ പറഞ്ഞത്. കീർത്തി, ആർ യു റെഡി? മുബ്ദാസിം പറഞ്ഞു കൊടുത്തേ. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, 10 6 are ഡാനിയല് നേരത്തെ പറഞ്ഞല്ലേ ഡാനിയല്ലേ? ഫസ്റ്റ് പീരീഡ്. അതിൽ വായിപ്പിക്കാത്തവരാണ് ഞാൻ ഇപ്പൊ വായിപ്പിക്കുന്നത്. ഇനി ആരൊക്കെയാ? കീർത്തി പറയാൻ റെഡിയാണോ? ആർ യു റെഡി കീർത്തി?
Page number എത്ര miss? Page number 81. സിക്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പറഞ്ഞോ കീർത്തി? 166 പറഞ്ഞേ പറമോളെ. സെക്കൻഡ് സെമസ്റ്റർ ഓടേന്ന് കീർത്തി. ഇനി ആരെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ മക്കളെ? മിസ് വിളിക്കാത്തവര്? ആരവ് പി വിനോദ്. യെസ് പറഞ്ഞോളൂ. 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, 10 6 are 60. ഓക്കെ. ഇനി ആരാ വായിക്കാൻ പറയാൻ ബാക്കി? നേരത്തെ ദേവാങ്ക ഉണ്ട്, നിവേദി ഉണ്ട് അല്ലേ? ഹാദി പറഞ്ഞില്ലേ? ഹാദി ഹൈദർ പറഞ്ഞോ? യെസ്. അത് പറഞ്ഞോളൂ. എന്നാൽ നിവേദ്യ വിനോദ് പറ. 1 into 6, 6, 2 into 6, 12, 3 into 6, 80, 4 into 6, 24, 5 into 6, 30, 6 into 6, 36, 7 into 6, 42, 9 into 6, 8 into 6, 48, 9 into 6, 54, 10 into 6, 50, 60. 60. ഓക്കെ. കീർത്തി റെഡിയായോ? Yes, miss. ഓക്കെ. കീർത്തി പറഞ്ഞോളൂ. 6 1 are 6. 1 6 are 6. 2 6 are 12. 3 6 are 80. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. ഓക്കെ ഗുഡ്. നെക്സ്റ്റ് ഇനി ആരാ? ദേവാങ്ക്. ദേവാങ്ക് പറഞ്ഞോ? ഒന്ന് പറ. 1 into 6 equal to 6. 2 into 6 equal to 12. 3 into 6 equal to 88. 4 into 6 equal to 24. 5 into 6 equal to 30. 6 into 6 equal to 30. 7 into 6 equal to 42. 8 into 6 equal to 48. 9 into 6 equal to 54. 10 into 6 equal to 60. ഓക്കെ. ഹാദിയ. 1 6 is 6. 2 6 are 12. 3 6 are 18. 4 6 are 24. 5 6 are 30. 6 6 are 36. 7 6 are 42. 8 6 are 48. 9 6 are 54. 10 6 are 60. ഓക്കെ. പിന്നെ ആരാ? അനിരുദ്ധ് ഉണ്ടോ ക്ലാസ്സിലെ? അനിരുദ്ധ് എന്താ മോനെ? ഹാദി എക്സാം എന്ത് എക്സാം? മാത്സിന്റെയോ?
Yes. ഓ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചേ fill in the blanks അല്ലേ? അതെ. ആ ഓക്കെ. അനിരുദ്ധ് 6ന്റെ ടേബിൾ പറഞ്ഞ മോനെ. അനിരുദ്ധ് 1 6 are 6, 2 6 are 12, 3 6 are 18, 4 6 are 24, 5 6 are 13, 6 are 5 6 are ഒന്നുകൂടി പറഞ്ഞേ. 5 6 are 30, 6 6 are 36, 7 6 are 42, 8 6 are 48, 9 6 are 54, 10 6 is 10 6 are 60. അനിരുദ്ധ എന്തേ ലഞ്ചൊന്നും കഴിച്ചില്ല? ഒരു ക്ഷീണം പോലെ. രാവിലെ എന്താ ക്ലാസ്സിൽ കയറാതിരുന്നേ? രാവിലെ ഇവിടെ കണക്ഷൻ ഇല്ലായിരുന്നു. അതെയോ? എനിക്കിതൊരു ഒരു ക്ഷീണം പോലെ. ഭക്ഷണമൊന്നും കഴിച്ചില്ല? ലഞ്ച് കഴിച്ചോ? നീ കഴിക്കണ്ട. നീ കഴിക്കാതിരിക്കുന്ന നല്ലത്. നീ വീഡിയോ ഓൺ ആക്കിയില്ലല്ലോ. ഇനി സെറ ഉണ്ടല്ലോ മോളെ. സെറ പറഞ്ഞോ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള്? ഇനി ആരെ പറയാൻ ബാക്കിയുണ്ടോ? അയാൻ വിജേഷ് ഉണ്ടോ ക്ലാസ്സിൽ? അയാൻ വിജേഷ് ഉണ്ടോ? ഇടയ്ക്ക് ഇങ്ങനെ ഇതിലോ പോകുമ്പോ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കേറും. അതാണ് അയാൻ വിജേഷ് അല്ലേ? ഇങ്ങനെ ഒരു ഗസ്റ്റ് വരും പോലെ. അൻവിത ഉണ്ടോ? അൻവിത ഇല്ല. ഓക്കെ, നെക്സ്റ്റ് പേജ് എടുത്തേ. നെക്സ്റ്റ് പേജ് നമ്പർ 82. പേജ് നമ്പർ 82. 1 times 7 is 7. അപ്പോൾ 1 7 is dash. എത്രയാ? 7. അതിൽ എക്സാം പഠിക്കാൻ വേണ്ടി പറഞ്ഞത് നെക്സ്റ്റ് നമുക്ക് ഓഫ്ലൈൻ മൺഡേ എക്സാം വെക്കാം ക്ലാസ്സിന്. കേട്ടോ? ഓൺലൈനിലാകുമ്പോൾ നമുക്ക് മൺഡേ തിങ്കളാഴ്ച സ്കൂളിൽ നിന്ന് ക്ലാസ്. പേജ് നമ്പർ 82. ഇനി ഞാൻ എല്ലാ ദിവസവും പേജ് നമ്പർ പറഞ്ഞു തരില്ല. കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം മിസ് എത്ര വരെ പറഞ്ഞു തന്നു. എപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ 2ാം ക്ലാസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന്, നമ്മൾ എത്ര വരെ പഠിപ്പിച്ചു എന്നുള്ള ഏത് സബ്ജക്റ്റ് ആയാലും നിങ്ങൾക്കൊരു ഓർമ്മ വേണം. അപ്പം മിസ്സിന് പറഞ്ഞു തരേണ്ടത് നിങ്ങളാണ്. മിസ്സേ ഇനി പേജ് നമ്പർ 82 ആണ് എടുക്കേണ്ടത്, നിങ്ങൾക്കാണ് ബോധം വേണ്ടത്. കേട്ടല്ലോ? ഇത് ലാസ്റ്റ് ആണ്. ഇനി ഒരിക്കലും പേജ് നമ്പർ പറഞ്ഞു തരില്ല. ഓർമ്മിച്ച് വെക്കണം. നമ്മൾ എവിടെ വരെ എത്തി എന്നുള്ള ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ 1 7 is 7. 2 7 are 14. അവിടെ 14 എഴുതുക. മിസ് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ. 3 7 are 21. 4 7 are 28. 5 7 are 35. നിങ്ങളെല്ലാരും മ്യൂട്ട് ചെയ്തേ. ഞാൻ നിങ്ങളോടൊന്നും പറയാൻ പറഞ്ഞില്ല. അഫ്രാസെ വീഡിയോ ഓൺ ചെയ്യുക, മ്യൂട്ട് ആക്കി വെക്കുക, ഓഫ് ചെയ്. വീഡിയോ ഓൺ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ മിസ് നിന്റെ വീട്ടിലെത്തും. യൂണിഫോം ഇട്ടിട്ടില്ല. മടിയൻ 500 രൂപ ഫൈൻ അടക്കണം കേട്ടാ. യൂണിഫോം ഇല്ലാത്തോണ്ട് 500 രൂപ ഫൈൻ. മഹിമ യൂണിഫോം ഇട്ടിട്ടില്ല. പിന്നെ ആരാ? മുബ്ദാസിം ഇട്ടില്ല. 500 രൂപ അടക്കണം കേട്ടാ.
ഫൈൻ. ഏ കയ്യിൽ പൈസ ഇല്ലാന്നാ? അങ്ങനെയല്ല. പിന്നെന്ന് എങ്ങനെ തരാന്നാ? എന്നാലും യൂണിഫോം ഇടൂലെന്ന് തന്നെ. നോക്കുക, അവിടെ എഴുതി കംപ്ലീറ്റ് ആക്കുക. 1 7 is 7, 2 7 are 4, 3 7 are 21, 4 7 are 28, 5 7 are 35, 6 7 are 42, 7 7 are 49, 8 7 are 56, 9 7 are 63, 10 7 are 70. അതേപോലെ 8-ൻ്റെയും 9-ൻ്റെയും 10-ൻ്റെയും കംപ്ലീറ്റ് ആക്കണം. നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ല. ടുമാറോ ക്ലാസ് ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. ടുമാറോ ക്ലാസ് പി ടി അല്ലേ? ടുമാറോ സാറ്റർഡേ സൺഡേ ലീവ് ഉണ്ട്. മൺഡേ ആകുമ്പോഴേക്കും കംപ്ലീറ്റ് ആക്കണം. എങ്ങനെ? 1 8 is 8, 2 8 are 16, 3 8 are 24, 4 8 are 32, 5 8 are 40, 6 8 are 48, 7 8 are 56, 8 8 are 64, 9 8 are 72, 10 8 are 80. അതേപോലെ 9-ൻ്റെയും 10-ൻ്റെയും അത് നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം കേട്ടല്ലോ. ഹോംവർക്ക് 9 10. അപ്പോൾ 10 വരെ ആകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആവും. 9-ൻ്റെ മിസ് ഒന്ന് പറഞ്ഞുതരാം. മിസ് ഓടിച്ച് പറയാണ്. നിങ്ങൾക്കത് കിട്ടുമല്ലോ എന്ന് പിന്നെ കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് മിസ് അങ്ങനെ പറഞ്ഞത്. മിസ് അങ്ങനെ ഓടിച്ച് പറഞ്ഞു വിട്ടു പോയി എന്ന് വിചാരിക്കരുത്. നാളെ ക്ലാസ് ഉണ്ടാവോ? നാളെ ക്ലാസ് ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല. ക്ലാസ് പി ടി ആയതുകൊണ്ട് രാവിലെ 8 മണി മുതൽ 4 മണി വരെ ക്ലാസ് പി ടി അല്ലേ. അപ്പോൾ ടീച്ചേഴ്സും തിരക്കില്ലല്ലേ പേരൻസ് വരുമ്പോ. അപ്പൊ നാളെ ലീവ് ആയിരിക്കും. നാളെ ക്ലാസ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ പേരൻസിനോട് എല്ലാരും ഇങ്ങോട്ട് വരാൻ പറ്റേ. നാളെ പേരൻസ് മീറ്റിംഗ് അല്ലേ. നിങ്ങളെ കഴിഞ്ഞ സെക്കൻഡ് പീരീഡ് ഒക്കെ എക്സാമിനേഷന്റെ മാർക്ക് പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതിയത് നിങ്ങൾക്ക് സൈൻ ചെയ്യണ്ടേ പേരൻസിന്റെ? അപ്പൊ എല്ലാ പേരൻസിനോടും മീറ്റിംഗ് പങ്കെടുക്കാൻ പറയാട്ടോ. ഏത് സബ്ജക്റ്റിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ പറയുക ടീച്ചേഴ്സിനോട്. ഓക്കെ? രാവിലെ 8 മണി മുതൽ 4 മണി വരെ എന്നാ പറഞ്ഞിട്ടുള്ളത്. ഓരോ ക്ലാസ്സിനും ഓരോ ടൈം കൊടുത്തിട്ടില്ല ഇതുവരെ. ഇനി കൊടുക്കുന്നുണ്ടോന്ന് സാറ് തരുമോന്ന് അറിയില്ല. ഇപ്പൊ ഗ്രൂപ്പിലിടും. ഇല്ലെങ്കിൽ 8 മണി മുതൽ 4 മണി വരെ ഏത് ടൈമിൽ വരാം. ഓൺലൈനിലല്ല. ഓൺലൈനിൽ എങ്ങനെയാ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഒപ്പിടുക? മിസ്സിന് അറിയില്ല അങ്ങനെ ഒപ്പിടാൻ. പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യണ്ടേ? പറഞ്ഞോ. എങ്ങനെ? പേരൻസ് വരണം. എന്താ അതിനകത്ത്? എന്തോലു മോനോട് സ്നേഹമില്ലോലു അമ്മക്ക്? ഒരു മിനിറ്റ് അതിനകത്ത് പറയട്ടെ. അതെന്തോലും ചെലപ്പോ അതിന് മിസ് മോനെ കുറിച്ച് പറയണ്ടേ? മാർക്കെല്ലാം കാണണ്ടേ അമ്മയ്ക്ക്? മോൻ എത്ര പഠിച്ച് മാർക്ക് വാങ്ങിന്നല്ലോ? നീ പറയണം, നിർബന്ധം പറയണം അമ്മയോട് പങ്കെടുക്കാൻ വേണ്ടിട്ട് കേട്ടാ. എല്ലാരും പറയണം. ഞാനൊന്നുമില്ല, എല്ലാരും പറഞ്ഞിട്ട് പറയണം. ഞാൻ ഇനി സ്കൂളിൽ പോകണമെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ അമ്മ ഒപ്പിടാൻ പോണെന്ന് പറയണം. എല്ലാ യുദ്ധം എടുത്തോട്ടോ. അതിന് മിസ്സും നിങ്ങളെ കൂടെ ഉണ്ട്. അവര് വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഏത് കൈ അറ്റൻഡ് ചെയ്തോ കേട്ടോ. അങ്ങനെ അവര് വിട്ടാൽ ശരിയാവില്ലല്ലോ.
അവരിതുവരെ സ്കൂളിലേക്ക് വന്നോ? എത്ര മണി മുതൽ എത്ര മണി വരെയാണ്? അത് ഗ്രൂപ്പിൽ കണ്ടിട്ടില്ലേ ഷഹബറ? രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉണ്ട്. ഇപ്പൊ ക്ലാസ് ടൈം ഇപ്പൊ വരണ്ട. രാവിലെ 8 മണി മുതൽ 4 മണിക്കുള്ളിൽ വന്നാ മതി കേട്ടോ. നാളെ മന്തി ബിരിയാണി ഒന്നും ആക്കണ്ടെന്ന് പറ. നാളെ സാധാ ചോറും കറിയും മതി എന്ന് പറഞ്ഞു. എൻ്റെ ഉമ്മനെ ഇങ്ങോട്ട് പറഞ്ഞു വിടട്ടോ. ആ, അവരവരെ മടി. എല്ലാവരും വരണം. ആരൊന്നും വരാത്ത മിസ് പേര് എഴുതി വെക്കൂടാ, ആരുടെ പേരണ്ടാ വരാത്തതെന്ന്. അവരെ വീട്ടിലേക്ക് സ്കൂൾ ബസ്സും കൊണ്ട് ടീച്ചേഴ്സ് എല്ലാവരും വരും. എന്നാൽ പിന്നെ അവർക്ക് പണി കിട്ടി. അവർ ഫുഡ് ഉണ്ടാക്കി തരേണ്ടി വരും നമുക്ക്. അപ്പോൾ അതിനേക്കാൾ നല്ലത് എന്താന്ന്, മിസ്സിനെ കാണാൻ ഇങ്ങോട്ട് വരുന്നല്ലേ നല്ലത്. അങ്ങനെ പറയണം കേട്ടോ വീട്ടിലെ അമ്മയോട്. ആ വരാത്ത എന്റെ പേരൻസ് ഇവിടെ ഇല്ല. ആ സെറ ഓക്കെ, സെറയിനിടക്ക് വന്നതല്ലേ. ബാക്കിയുള്ളവർ കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ആ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ഒരു ബസ് ടീച്ചേഴ്സും സാറും എല്ലാം കൂടി ഒരു ബസ് ആള് വരും, ഉറപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഫുഡും കിട്ടൂല കേട്ടല്ലോ. അപ്പം നമ്മള് സാറ്റർഡേ സൺഡേ എല്ലാം ലീവ് കിട്ടും അല്ലേ? 2 ദിവസം ലീവ് കിട്ടി. മക്കൾ എന്ത് ചെയ്യണം? 8-ന്റെയും 9-ന്റെയും 10-ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിള് അവിടെ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ബോക്സിൽ ഉണ്ടാവും 1 times 9 is 9. അവിടെ ഉണ്ട് 2 times 9 is 18. എന്താ ഡാനിയല്ലേ? ഫുള്ളും എഴുതി. അതിന്റെ ഫുള്ളും എഴുതി. അങ്ങനെ എല്ലാവരും എഴുതണമെന്നാ മിസ് പറഞ്ഞത് കേട്ടോ. മക്കളെല്ലാവരും ചെയ്യണേ. ആ എല്ലാം ചെയ്തിട്ട് മൺഡേ പറഞ്ഞോ നെയ്ല? ഓക്കെ, ചെയ്യാത്തവര് ചെയ്യുക, ചെയ്തവര് ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മൺഡേ മുതൽ ടെക്സ്റ്റും നോട്ടും ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പറയും. ടെക്സ്റ്റും നോട്ടും നിങ്ങളുടെ കംപ്ലീറ്റ് ആയിരിക്കണം, ഇതുവരെ പറഞ്ഞ വർക്കുകൾ കേട്ടോ. ഓക്കെ ആണോ? പിന്നെ ഇനി സമയമില്ല നമുക്ക്. മാർച്ച് അല്ലേ, ഫെബ്രുവരി, നമുക്ക് ഫെബ്രുവരി പകുതിയാവാറായി. നമുക്ക് എക്സാം വീണ്ടും ആയി. അപ്പം മക്കളെല്ലാവരും എന്ത് ചെയ്യണം? മാത്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം പഠിക്കണം കേട്ടോ. ഓരോ ദിവസം പഠിച്ചോ. ആ അമ്മയുടെ ഒന്നും അടിമണിക്കാതെ പഠിക്കണേ. നല്ല മക്കളല്ലേ? ഓക്കെ ആണോ? റെഡിയാണോ നിങ്ങള്? ഓക്കെ. അപ്പൊ കുഴിമന്തി ബിരിയാണി കഴിച്ചവരൊന്നും ഉറങ്ങിയിട്ടില്ല അല്ലേ? ഉറക്കത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട് എസ് എന്നെല്ലാം. ആ കൊറേ പേര് ചിക്കൻ എല്ലാം കഴിച്ചിട്ട് ഞാൻ വെച്ച് ഉറങ്ങിയിട്ടില്ല ആരും അല്ലേ? ക്ഷീണം പിടിച്ചോ? ഒരേ ക്ലാസ് ആയതുകൊണ്ട് പീടി പീരീഡ് വേണോ? പീട്ടിക്ക് പോണോ? പാർക്കിൽ കൊണ്ടുപോണോ? എന്നാ വന്ന സ്കൂളിലേക്ക് വന്ന മിസ് ഇപ്പൊ കൊണ്ടുപോവല്ലോ പാർക്കിലേക്ക്. ഇപ്പൊ വന്നോട്ടോ, മിസ് ഇപ്പൊ കൊണ്ടുപോവാ. ഓക്കെ ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം, നെക്സ്റ്റ് വീക്കില് വന്നോ റിച്ചാർഡ്. ഓക്കെ ബൈ, ടാറ്റാ, ബൈ ബൈ, സീ യു, ബൈ 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 ബൈ. ജോവിനും ജോയലും സ്കൂളിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെന്നല്ലോ, പാർക്ക് പോവാൻ. പാർക്ക് അടിപൊളിയാക്കിയിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ വന്ന് നോക്കിക്കോ മൺഡേ കേട്ടോ. അടിപൊളി. ആ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എന്തെല്ലോ ഐറ്റംസ് പുതുത് ഇറക്കിയിട്ടുണ്ട്. ഷയാന്റെ വാവിണ്ടാ. ആ ഓക്കെ, ടാറ്റ ടാറ്റ. ഓക്കെ മാം, ബൈ മാം. ബൈ 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 പറഞ്ഞ മാവേ. ബൈ പറ. ടാറ്റ ബൈ ബൈ. ഓക്കെ.